സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദ് എഴുതിയ നോവൽ ചുറ്റുവിളക്ക് തുടരുന്നു. അധ്യായം 2. യഥാസ്ഥിതികരുടെ ഒരു ഗ്രാമം മുഴുവൻ നാരായണൻ നമ്പൂതിരിയുടെ വിധവയെയും 5 പെൺമക്കളെയും വന്യമായ പകയോടെ അമർഷത്തോടെ ഒളിച്ചു നിർത്തി. തിരുമേനിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങിയതാണ് എല്ലാവരും. ആചാരപ്രകാരമുള്ള സംസ്കാര കർമ്മങ്ങൾ നടന്നതുമില്ല. പേരിന് പോലും ഒരു ബ്രാഹ്മണൻ എത്തി നോക്കിയില്ല. മരിച്ചയാൾക്ക് ആൺസന്താനങ്ങളില്ലാത്തതിനാൽ നായന്മാരടക്കമുള്ള കുറേ അന്യജാതിക്കാർ ചേർന്ന് ഒരുവിധം വേണ്ടുന്നതെത്തിച്ച് പുറം വാങ്ങി. മരിച്ചയാളുടെ കുടുംബത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല, ആരും ശ്രദ്ധിച്ചില്ല. ശവശരീരം ഇറയത്ത് കിടന്ന് ചീഞ്ഞാൽ നാറുന്നത് അയൽക്കാർക്കാണല്ലോ. അതോർത്ത് മാത്രമാണ് ആ മഹാഭാവിയുടെ ജഡം സംസ്കരിക്കാൻ കൂടിയത്. കള്ളൻ, നീചൻ, അവനോ ബ്രാഹ്മണൻ. എത്ര നാൾ തുടങ്ങിയ മോഷണമാവും? കണ്ടുപിടിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ ജനങ്ങളുടെ ധാർമ്മിക രോഷം. എന്നാലും ഭഗവാനെ വെറുതെ വിട്ടില്ലല്ലോ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെട്ടു. ഭഗവാൻ തന്നെയാണ് പാമ്പായി വന്ന് നമ്പൂതിരിയെ കടിച്ചതെന്നായിരുന്നു വിശ്വാസികളുടെ പക്ഷം. ജ്യോത്സ്യനെ വരുത്തി ദേവപ്രശ്നം വെപ്പിച്ചപ്പോഴും പ്രശ്നവിധി അതായിരുന്നു. ഭഗവാന്റെ വിശ്വാസികളുടെ എണ്ണം അതോടെ വർദ്ധിച്ചു. ഊരാഴ്മ ദേവസ്വം മാനേജർ കുംഭകുലക്കെ ചിരിച്ചു. അയാളെ ഞാൻ പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു. അതിനൊരു നാൾ മുമ്പേ ഭഗവാൻ തന്നെ അയാളെ പറഞ്ഞയച്ചു. അമ്പലത്തിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ. മരിച്ചുപോയ ആൾ എത്ര പാപിയായിരുന്നാലും കാലശേഷം അയാളെപ്പറ്റി സഹാനുഭൂതിയോടെ ചിന്തിക്കാനേ ജനം ശ്രമിക്കൂ. നാരായണൻ നമ്പൂതിരിക്ക് ആനുകൂല്യം പോലും ലഭിച്ചില്ല. നാവുള്ളവരെല്ലാം ഒരേ സ്വരത്തിൽ പഴിച്ചു. വേലി തന്നെ വിളവ് തിന്നു. ശാന്തിക്കാരൻ തന്നെ ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചു. എന്താ കഥ? സാന്ത്വനത്തിന്റെ തണലുമായി ഒരാൾ മാത്രം ഇല്ലത്ത് വന്നു. ആനക്കാരൻ നാണുനായർ. ചിലപ്പോൾ അയാളുടെ ഭാര്യ ജാനുവമ്മയും കൂടെയുണ്ടാവും. ത്രിപുകഴത്ത് മനയുടെ ആയ കാലത്ത് അവരുടെ മനക്കിലെ ചേടിയായിരുന്നു. തിന്ന ചോറിൻ്റെ നന്ദി ഇപ്പോഴും അവർ നെഞ്ചിൽ സൂക്ഷിക്കുന്നു. തിരുമേനിയുടെ കുട്ടികൾക്ക് ഭക്ഷണം നൽകിയത് ജാനുവമ്മയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് വെച്ചുണ്ടാക്കി കൊണ്ടുവന്ന് ഇല്ലത്തെ അടുക്കളയിൽ വിളമ്പി. അന്തർജനം മാത്രം ഭക്ഷിച്ചില്ല. നാണുനായർ അവർക്ക് കരിക്കിടിച്ച് ചെത്തിക്കൊടുത്തു. വീടികയിൽ നിന്ന് അരിയും വ്യഞ്ജനങ്ങളും വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികളെ ഏൽപ്പിച്ചു. ഇല്ലത്ത് ക്രമേണ തീ പുകഞ്ഞു. എന്നിട്ടും മഹാലക്ഷ്മിയും തുളസിയും സ്കൂളിൽ പോകാൻ മടിച്ചു. ആളുകൾ പറയുന്നത് കേൾക്കാൻ വയ്യ. ദേവ കുളിക്കാനായി പോലും ഇല്ലത്തിന് പുറത്ത് കടന്നില്ല. വിഷ്ണുപ്രിയ മാത്രം കൂസിയില്ല. BA പരീക്ഷ തീർന്ന അന്ന് തൊട്ട് അവൾ ടൈപ്പിന് പോകാൻ തുടങ്ങിയതാണ്. ഫീസ് കുടിശ്ശിക വന്നാലും പ്രൊപ്പറേറ്ററും ഇൻസ്ട്രക്ടറുമായ രാധമ്മ ടീച്ചർ ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. പഠിക്കാൻ സമർത്ഥയായ വിഷ്ണുവിനെ ആവും പോലെ സഹായിക്കാനുള്ള മനസ്സുണ്ടവർക്ക്. അതിനാൽ അച്ഛൻ മരിച്ച 5 നാൾ കഴിഞ്ഞതു മുതൽ അവൾ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തുടങ്ങി. തല നിവർത്തി നടക്കും. എതിരെ വരുന്നവരാരായാലും മുഖത്തേക്ക് അവൾ സധൈര്യം നോക്കും. അതോടെ നോട്ടമേറ്റിയാൽ മുഖം താഴ്ത്തി നടന്നകരും. അവളെ കണ്ട് ആരെങ്കിലും ഒരാൾ നിലത്ത് കാർക്കിച്ച് തുപ്പിയാൽ ഒട്ടും വൈകില്ല, അയാളെ നോക്കി അവളും നിലത്ത് നീട്ടി തുപ്പും. ദാണ്ടെ തിരുവാഭരണം കള്ളൻ്റെ മോള് പോകുന്നു. ഒരിക്കൽ ഒരുവൻ പെരുവഴിയിൽ വെച്ച് അവളെ ചൂണ്ടി ആക്ഷേപിച്ചു. ഉടൻ വിഷ്ണു തിരിഞ്ഞു നിന്നു. സാവധാനം അയാളുടെ അടുത്തെത്തി. അതേടാ, ഞാൻ തിരുവാഭരണം കള്ളൻ്റെ മോള് തന്നെയാ. പക്ഷെ എൻ്റെ അച്ഛൻ കണ്ടത് ഭഗവാന്റെ തിരുവാഭരണമല്ലേ, നിന്റെ അമ്മയുടെ കെട്ടുതാലിയല്ലല്ലോ. ഭഗവാന്റെ മുതലിന് നിനക്കും എനിക്കും ഒരുപോലെ അവകാശമാണ്. പട്ടിണി കിടന്നുകൊണ്ട് 20 വർഷം ഭഗവാനെ പൂജിച്ച എൻ്റെ അച്ഛന് നിന്നേക്കാൾ അല്പം കൂടുതൽ അവകാശമുണ്ടെന്നും ഓർത്തോ. പിന്നെ അവൾ ധൃതിയിൽ തിരിഞ്ഞു നടന്നു. അച്ഛനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. 5 പെൺമക്കൾക്ക് ജന്മം നൽകിയെന്ന ഒരു പാപം മാത്രമേ അച്ഛൻ ചെയ്തുള്ളൂ. മറ്റെല്ലാം അച്ഛൻ്റെ സാഹചര്യത്തിലുള്ള ഏത് മനുഷ്യനും ചെയ്തു പോകുന്ന ശരികളാണ്. തെറ്റ് മറ്റെവിടെയോ ആണ്. അല്ലെങ്കിൽ ഭഗവാൻ എന്തിനു പൊന്നിൻ്റെ പേരിൽ പീഡിക്കപ്പെടുന്നത് മനുഷ്യ പെൺകുട്ടികളല്ലേ? അവൾക്ക് തെല്ലും പാപബോധമോ ജാള്യമോ തോന്നിയില്ല. വിഷ്ണുപ്രിയ ഗ്രാമത്തിൻ്റെ സംസാര വിഷയമായി. ഒരുമ്പെട്ടവൾ, എന്തിനും പോന്നവൾ. ഒരു ബ്രാഹ്മണ കന്യയ്ക്ക് എങ്ങനെ ഇത്രമാത്രം അധപതിക്കാൻ കഴിഞ്ഞു? പരസ്യമായി പഴിച്ചവർ രഹസ്യമായി അവളെ ഭയപ്പെട്ടു. ആൺതുണയില്ലാത്ത ഇല്ലത്തിൻ്റെ ശക്തിയായിരുന്നവൾ. പുരുഷൻ്റെ തൻ്റെയിടമാണ് അവൾ ആർജിച്ചെടുത്തത്. ഏറ്റവും വലുത് കുടുംബമായിരുന്നു. 20-ാം വയസ്സിലും മനസ്സിനെ പ്രേമമോ അഭിനിവേശമോ തീണ്ടിയില്ല. ഏതു വിധവും ഒരു തൊഴിൽ സമ്പാദിച്ചെടുക്കണം, കുടുംബത്തെ താങ്ങണം, കൂടപ്പിറപ്പുകളെ ഒരു നിലയിലെത്തിക്കണം. അതിനുവേണ്ടി സ്വന്തം ജീവിതം പൊലിഞ്ഞാലും വേണ്ടില്ലെന്ന് അവൾ കരുതി. ടൈപ്പ് കഴിഞ്ഞുള്ള നേരം ട്യൂഷനുകൾക്ക് ശ്രമിച്ചു. അടുത്തുള്ള വീടുകളിലൊന്നും അതിനവസരം ലഭിക്കില്ലെന്നായപ്പോൾ ദൂരെയുള്ള ഭവനങ്ങൾ തേടി അലഞ്ഞു. ജാതിയോ മതമോ നോക്കിയില്ല. മാന്യമായ പെരുമാറ്റം, കൃത്യമായ ഫീസ്, അതേ അവൾ പ്രതീക്ഷിച്ചുള്ളൂ. പട്ടണത്തിൽ നിന്നും പ്ലാസ്റ്റിക് നാടുകൾ വാങ്ങിക്കൊണ്ടുവന്ന് ബാഗുകളും പൂക്കളും ഉണ്ടാക്കുന്ന കുടിൽ വ്യവസായവും തുടങ്ങി. സഹോദരിമാർ രാപ്പകൽ കഷ്ടപ്പെട്ടു. ട്യൂഷനും കുടിൽ വ്യവസായവും എല്ലാമായി ഒരുവിധം 2 തലയും കൂട്ടിമുട്ടിക്കാമെന്നായി. അപ്പോഴും അപവാദ പ്രവാചകർ വെറുതെ ഇരുന്നില്ല. തിരുമേനി ചത്തതോടെ അവർക്ക് സുഖമായി. എന്തിനും പോന്ന 5 പെൺകിടാങ്ങളല്ലേ, അതും സുന്ദരി കോതകൾ. പിന്നെന്തിനു വേണം?
ട്യൂഷനും പ്ലാസ്റ്റിക് നെയ്ത്തും കൊണ്ടൊക്കെ ആർക്കെങ്കിലും ഇത്ര സുഖമായി കഴിയാൻ പറ്റുമോ? ഇത് ബിസിനസ് വേറെയാ, കുടിൽ വ്യവസായവും വേറെ, ദേശം കുട്ടിച്ചോറാക്കാൻ നടക്കണ വേശ്യകൾ. എല്ലാം അവർ കേട്ടു. കേട്ടതായി നടിച്ചില്ല. ഒരു നാൾ പടിപ്പുരവാതിൽക്ക് ഒരാളെത്തി. ഖദർ ജുബ്ബയും ധോത്തിയും സ്വർണ്ണപ്രയുമുള്ള കണ്ണടയ്ക്കപ്പുറം ദയകിനിയുന്ന കണ്ണുകൾ. ആദ്യം കണ്ടത് മഹാലക്ഷ്മിയാണ്. അവൾ ഓടിച്ചെന്ന് ദേവിയുടെ കാതിൽ ചെന്ന് പറഞ്ഞു, ദേവദാസ്. ദേവി ഒന്ന് വിറച്ചു. അടുത്ത നിമിഷം അവൾ ഓടി ഉമ്മറക്കോലായിലെത്തി. അപ്പോഴേക്കും വിഷ്ണുപ്രിയ പാഞ്ഞെത്തി അവളുടെ മുന്നിൽ തടഞ്ഞു നിന്നു. നോക്ക്, വിഷ്ണു കൽപ്പിച്ചു, നീ ഞങ്ങളുടെ ജ്യേഷ്ഠത്തിയാണ്. പക്ഷെ നീ ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്നത് ഇന്നും അവശേഷിക്കുന്ന ദുഷ്പേരാണ്. മതി, ഇത്രയും മതി. ഇതുകൊണ്ട് നിർത്ത്. ദേവിക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണു വേഗം മുറ്റത്തിറങ്ങി പടിപ്പുരയിലേക്ക് നടന്നു. എന്തേ? അവൾ ആദരപൂർവ്വം ദേവദാസനോട് ചോദിച്ചു. ദേവ, അയാൾ വിക്കി. വിഷ്ണുവിൻ്റെ മുഖഭാവം മാറി. ശബ്ദം കർശനമായി. ഞങ്ങൾ 5 പെണ്ണുങ്ങളും അമ്മയുമാണ് ഇവിടെ താമസിക്കുന്നത്. രാപ്പകൽ വിശ്രമം കുറച്ച് പണിയെടുത്താണ് ഞങ്ങൾ വിശപ്പടക്കുന്നത്. ദയവായി ഞങ്ങൾക്ക് ചീത്തപ്പേൻ ഉണ്ടാക്കരുത്. അവൾ അയാൾക്ക് നേരെ കൈകൂപ്പി. അത്രയ്ക്കൊരു ഉപകാരം ചെയ്യണം. അഭ്യർത്ഥനയല്ല, അപേക്ഷയാണ്. ദേവദാസ് ശബ്ദിച്ചില്ല. ഉമ്മറച്ചാവടിയിൽ ചിത്രത്തൂണിൽ മുഖം ചേർത്ത് നിൽക്കുന്ന ദേവയെ അയാൾക്ക് കാണാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നടന്നു. പാടത്തേക്കിറങ്ങി. വിഷ്ണു തിരിച്ചു പോന്നു. ദേവ നെഞ്ചു തകർന്ന് നിലത്തിരുന്നു. അവൾ തേങ്ങി കരയാൻ തുടങ്ങി. എനിക്ക് ദേവേട്ടത്തിയോട് ഒട്ടും സഹതാപം തോന്നുന്നില്ല, വിഷ്ണു അറിയിച്ചു. അന്ന് ദേശക്കാർ നിങ്ങളെ തടഞ്ഞപ്പോൾ നിങ്ങൾ ഇരുവരും പരാജയപ്പെടാതെ ചേർത്ത് നിന്നിരുന്നെങ്കിൽ, വേണ്ട, ആ ശ്രമത്തിൽ ധീരരായി ജീവൻ വെടിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുമായിരുന്നു, നിങ്ങളെ ആദരിക്കുമായിരുന്നു. ആണത്തമില്ലാത്ത ആ മനുഷ്യനോടും ചപലയായ നിങ്ങളോടും എനിക്കിപ്പോൾ വെറുപ്പാണ് തോന്നുന്നത്. പ്രേമം എന്തെന്ന് എനിക്കറിയില്ല, അതിൻ്റെ കയ്പും മധുരവും അറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകളെ കഷ്ടപ്പാടിലും അപവാദത്തിലും ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ മാത്രം സുഖം തേടി പുറപ്പെടില്ലായിരുന്നു. അവൾ വേഗം അകത്തേക്ക് പോയി. ദേവ കണ്ണീർ തുടച്ചെഴുന്നേറ്റു. വേഗം ചെന്ന് പടിപ്പുരവാതിലടച്ച് സാക്ഷിയിട്ടു. ശ്രീപുകഴത്തില്ലം ആൺതുണയില്ലാതെ തന്നെ നിവർന്നു നിന്നു. ദേവിയെ ട്യൂഷൻ തുടങ്ങി. പ്രൈമറി ക്ലാസ്സിലുള്ള കുട്ടികളായിരുന്നു അവളുടെ ശിഷ്യർ. ഏറെപ്പേരും പരിസരത്തുള്ളവർ. സ്കൂൾ സമയം കഴിഞ്ഞാലുടൻ അവർ ഇല്ലത്തെത്തും. ദേവ ട്യൂഷൻ തുടങ്ങിയതോടെ ട്യൂഷന് വരുന്ന കുട്ടികളുടെ വീട്ടുകാരും അവളുടെ പക്ഷത്തായി. വെറുപ്പും തെറ്റിദ്ധാരണയും അലിഞ്ഞു നീങ്ങുകയായിരുന്നു. അതോടെ ശ്രീപുകഴത്തെ പെൺകിടാങ്ങളെപ്പറ്റി അപവാദം പറയുന്നവർക്കെതിരെ പുരുകം ചുളിക്കാനും ആളുകളുണ്ടായി. നോക്കൂ ഏട്ടത്തി, ഈ മേൽവ്യാസം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നമുക്ക് നിലനിർത്തണം. വിഷ്ണു ദേവിയെ പ്രോത്സാഹിപ്പിച്ചു. പ്രേമിക്കാൻ പിന്നാലെ കൂടുന്നവർക്കൊന്നേ വേണ്ടൂ, നമ്മുടെ യൗവനം. വിവാഹം ആഗ്രഹിച്ചു വരുന്നവർ പെരുവഴിയിൽ കാത്തു നിൽക്കില്ല. നേരെ വീട്ടിലെത്തി രക്ഷകർത്താക്കളെ കാണും. വിവാഹകാര്യത്തിൽ 100 വട്ടം പ്രേമിച്ച പുരുഷനും ആഗ്രഹിക്കുന്നത് മുമ്പൊരിക്കലും പ്രേമിച്ചിട്ടില്ലാത്ത പെണ്ണിനെയാണ്. അതുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾ പ്രേമം വിവാഹശേഷമാക്കുന്നതാണ് മിടുക്ക്. മഹാലക്ഷ്മിക്കും തുളസിക്കുമുള്ള വിഷ്ണുവിൻ്റെ ഉപദേശമായിരുന്നു അത്. നമ്മെ കാക്കാൻ നമുക്ക് നമ്മളെയുള്ളൂ കുട്ടികളെ. 13കാരി തുളസി പോലും ഏട്ടത്തിയുടെ വാക്കുകളുടെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിയിരുന്നു. മൃദുല വിചാരങ്ങളെ മനസ്സിൻ്റെ കെട്ടിലിട്ട് 7 താഴിട്ട് പൂട്ടി പഠിപ്പിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. എല്ലാവരും ഒപ്പം പണിയെടുത്തു. അമ്മയുടെയും ഉണ്ണിമായുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും അടുക്കള ജോലികൾ ചെയ്യുന്നതും ദേവയാണ്. ഉണ്ണിക്കാണെങ്കിൽ അമ്മയേക്കാൾ ഇഷ്ടം ദേവേട്ടത്തിയാണ്. വിഷ്ണുവിന് പകൽ വീട്ടിലിരിക്കാൻ നേരമുണ്ടാവാറില്ല. ലക്ഷ്മിക്കും തുളസിക്കും പഠിക്കുക എന്ന ഉത്തരവാദിത്വമേയുള്ളൂ. സന്തോഷത്തിൻ്റെ അലകൾ ഇല്ലത്തുണ്ടാവാൻ തുടങ്ങിയപ്പോൾ നങ്ങേമാന്തർജനത്തിൻ്റെ അസുഖത്തിന് ശാന്തി കണ്ടു തുടങ്ങി. BAയുടെ റിസൾട്ട് വന്നു. വിഷ്ണുപ്രിയ 1ാം ക്ലാസ്സിൽ പാസ്സായിരിക്കുന്നു. അവൾക്ക് പ്രത്യേകിച്ച് സന്തോഷം ഒന്നും ഉണ്ടായില്ല. ഒരു കടലാസായി. ഇനി തെണ്ടൽ ആരംഭിക്കാം തൊഴിലിന്. അമ്മയ്ക്കും സഹോദരിമാർക്കും പക്ഷെ ആ ദിവസം ഉത്സവമായിരുന്നു. വിഷ്ണുവിൻ്റെ വിജയമറിഞ്ഞ് തെയ്യുണ്ണിപ്പിള്ളയുടെ മകൻ ജയന്തൻ ഒരു ദൂതനെ അയച്ചു. നഗരത്തിലുള്ള അവരുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കൗണ്ടർ ഗേളെ ആവശ്യമുണ്ട്. വിഷ്ണുവിന് സമ്മതമാണെങ്കിൽ. എനിക്ക് സമ്മതമല്ല, ഒറ്റ വാക്കിൽ അവൾ ഒഴിഞ്ഞു. ഇല്ലത്തെ എല്ലാവർക്കും വിസ്മയമായി, നിരാശയും. 100 രൂപയെങ്കിലും ശമ്പളം കിട്ടും. മാസാമാസം അത്ര പോകുന്നൊരു തുക കിട്ടുന്നത് വേണ്ടെന്ന് വെക്കണോ? പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നവനാ ജയന്തൻ. അയാൾക്ക് ആവശ്യം എൻ്റെ ശരീരമാണ്. ഞാൻ ഒരു തരത്തിലും അടുക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഈ പ്രലോഭനം. ഇതൊരു കെണിയാണ്. വേണ്ട, ഞാൻ പട്ടിണി കിടന്ന് ചത്തോളാം. എന്നാലും മാനം കെട്ട് ജീവിക്കണില്ല, വിഷ്ണു പറഞ്ഞു. പിന്നീട് ആരും അവളെ പ്രേരിപ്പിച്ചില്ല. വേണുനായർ വീണ്ടും ഒരു വേളിക്കാര്യം കൊണ്ട് വന്നു. ദേവിക്ക് തന്നെ. അവരുടെ അച്ഛൻ മരിച്ചിട്ട് ആണ്ട് തികഞ്ഞില്ലല്ലോ നാണുവരെ. നങ്ങേമാന്തർജനം കേണു. ആണ്ട് തികയും വരെ ഈ ആലോചന നീണ്ടു നിന്നില്ലെങ്കിലോ ആത്തോലമ്മേ? നാണുനായർ തിരിച്ചു ചോദിച്ചു. ഓരോ മനുഷ്യനും ഓരോ യോഗവും സമയവുമാണ്. കുട്ടിയുടെ യോഗം എപ്പോഴാണെന്ന് അറിയാൻ പറ്റുമോ?
അവസരം പലതവണ വാതിലിൽ മുട്ടില്ല. ആരാണ് ആള്? ചേപ്പാടില്ലത്തോന്നാണ്. ധനികൻ, സുന്ദരൻ, 30 വയസ്സേ വരൂ. പക്ഷേ വിഭാര്യനാണ്. 5 വയസ്സുള്ള ഒരു ഉണ്ണിയുണ്ട്. അന്തർജനത്തിൻ്റെ മുഖം വാടി. ഒരു ചില്ലി സ്ത്രീധനം വേണ്ട, പൊന്നും വേണ്ട. ആവും വിധം ഇങ്ങോട്ട് സഹായം കിട്ടുകയും ചെയ്യും. എന്നാലും 2ാം വേളിയല്ലേ? അന്തർജനം ചോദിച്ചു. നാണുനായരുടെ മുഖത്ത് ആദ്യമായി ചുണ്ടി കിളർത്തു. ഒരു കീഴ്ജാതിക്കാരൻ്റെ കൂടെ പാതിരാവിൽ ഒളിച്ചോടിപ്പോയ കഥ അറിഞ്ഞിട്ടും ആ തിരുമേനിക്ക് ഇത് സമ്മതാണെന്ന് വെച്ചോളൂ. എന്തെല്ലാം ആളുകൾ പറഞ്ഞു നടന്നതാ. അതൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. ഇപ്പോഴും തടസ്സമുണ്ടാക്കാൻ ഈ ദേശത്ത് ആളുണ്ട്, അത് മറക്കണ്ട. പക്ഷേ ഇദ്ദേഹത്തെ ആര് വിചാരിച്ചാലും തിരിക്കാൻ കഴിയില്ലെന്നൊരു വലിയ നേട്ടമുണ്ട്. അത്ര തങ്കപ്പെട്ട മനുഷ്യൻ. എന്നാലും അന്തർജനത്തിൻ്റെ സ്വരം വിതുമ്പി. അപ്പോൾ വിഷ്ണു അകവാതിലെത്തി. അമ്മ ഇടയ്ക്ക് കയറാതിരിക്കണുണ്ടോ? നാണുനായർ മുഴുവനും പറയട്ടെ. നാണുനായർക്ക് അതൊരു പ്രോത്സാഹനമായിരുന്നു. ആളില്ലാത്ത ഈ ഇല്ലത്തേക്ക് ഒരാണ് വരിക എന്നത് തന്നെ ഒരു ഭാഗ്യമായി കരുതണം കുഞ്ഞാത്തോലെ. അതും ധനശേഷിയും സ്വാധീനവും സന്മനസ്സുമുള്ള ഒരു മനുഷ്യൻ. പോരെങ്കിൽ ചെറുപ്പവും. ഇതിന് തടസ്സം പറയണ വെച്ചാൽ ഇനി ഇത്തരമൊരു കാര്യവുമായി നാണുനായർ ഇങ്ങോട്ട് വരില്ല തന്നെ. വേണ്ടത്ര പൊന്നും പണവും കൊടുത്ത് ആത്തോലമ്മ തന്നെ കുട്ടികളെ അയച്ചാട്ടെ. അമ്മ പറയണതൊന്നും നാണുനായർ കേൾക്കണ്ട. അദ്ദേഹത്തോട് വന്ന് കണ്ടോളാൻ പറയൂ. വിഷ്ണു വാക്കു കൊടുത്തു. വിവരം അറിഞ്ഞ ദേവ പൊട്ടിത്തെറിച്ചു. എനിക്കിനി വേളി വേണ്ട. പിന്നെന്തേ, നീ സന്യസിക്കാൻ പോവാണോ? ആത്തോലമ്മ നിലമറന്നലറി. അതെ, അവൾക്ക് കൂസലുണ്ടായില്ല. അല്ലെങ്കിലും ദേവേട്ടത്തി സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നോളാ. സ്വന്തം ഇഷ്ടം, സ്വന്തം സുഖം. വിഷ്ണു പരിഭവിച്ചു. എനിക്ക് സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. ഈ എട്ടുകെട്ടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ഞാൻ കഴിഞ്ഞോളാം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചത്തോളാം. ഏട്ടത്തി വിചാരിച്ചാൽ ഈ ഇല്ലം രക്ഷപ്പെടും. അദ്ദേഹം ദയാലുവായൊരു മനുഷ്യനാണ്. നമുക്ക് ഒരു താങ്ങും തണലും ലഭിക്കും. നമുക്കിവിടെ സ്ത്രീധനം കൊടുക്കാനില്ല. ഏട്ടത്തിക്കാണെങ്കിൽ ഒരു പേരുദോഷവും ഭവിച്ചിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഇതുപോലെ മറ്റൊരാൾ വരുമോ? നമ്മിൽ ആരുടെയെങ്കിലും വേളി നടന്നാൽ വിഷ്ണു അപേക്ഷിച്ചു. എങ്കിൽ നിനക്കായി കൂടെ? എനിക്ക് സമ്മതമായിരുന്നു. എന്നാൽ ഏട്ടത്തി നിൽക്കേ. ഞാൻ സഹിച്ചു. അതുമാത്രമല്ല, ഒരു തൊഴിൽ കിട്ടിയാൽ കുടുംബത്തെ ഒരു കരയ്ക്ക് എത്തിക്കണമെന്നുണ്ട് എനിക്ക്. ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും തുളസിയുടെയും വിവാഹം കഴിഞ്ഞിട്ടേ എനിക്കൊരു പുരുഷനെ വേണ്ടൂ. ഞാനും അങ്ങനെ ശാഠ്യം പിടിച്ചാലോ? ഈ ഇല്ലം നശിക്കും. അപ്പോൾ എനിക്കും ചിലത് ചെയ്യേണ്ടി വരും. നീ എന്താ ചെയ്യുക? തെയ്യുണ്ണിപ്പിള്ളയുടെ മോൻ്റെ ഓഫർ ഞാനങ്ങ് സ്വീകരിക്കും. പലതും നഷ്ടപ്പെടുത്തിയാലേ എനിക്കവിടെ നിൽക്കാൻ പറ്റൂന്നറിയാം. അപ്പോൾ ഞാൻ കണക്ക് പറഞ്ഞ് ഉയർന്ന തുകയ്ക്ക് എന്നെ വിൽക്കും. എന്നാലും ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കും. എടീ! ഒരലർച്ച. ആത്തോലമ്മ വിഷ്ണുവിൻ്റെ കവിളിലും മാറി മാറി അടിച്ചു. നിന്നെ നീ വിൽക്കുമല്ലേ? അതിനാണോ നിനക്ക് ഞാൻ ജന്മം തന്നത്? വിഷ്ണു പൊട്ടിക്കരഞ്ഞു. എനിക്ക് എന്നേക്കാൾ വലുതാമ്മ എൻ്റെ കൂടപ്പിറപ്പുകൾ. എനിക്ക് ഈ വേളിക്ക് സമ്മതമാണ്. ദേവയായിരുന്നു അത്. എല്ലാവരും അവളെ തുറച്ചു നോക്കി. വിഭജിച്ച് കുടുംബം പുലർത്താനാണ് വിഷ്ണുവിന് പാവമെങ്കിൽ ഞാനല്ലേ മൂത്തത്? ഞാൻ ആദ്യം തുടങ്ങാം. ഇഷ്ടമില്ലാത്ത പുരുഷൻ്റെ ഭാര്യയായി ജീവിക്കുന്നത് ഒരുതരം വ്യഭിചാരമാണ്. എനിക്ക് സമ്മതമാണ്. എൻ്റെ മനസ്സും ശരീരവും സ്വപ്നങ്ങളും മൊത്തം ജീവിതവും കുടുംബത്തിനു വേണ്ടി തീരെഴുതാൻ എനിക്ക് സമ്മതമാണ്. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ ഓടി അകത്തേക്ക് പോയി. അപ്പൂട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുക. നാട്ടിലും അറിയപ്പെടുന്നത് അങ്ങനെയാണ്. തുടുത്ത് അജാനുബാഹു, അല്പം കഷണ്ടിയുണ്ട്. അത് ആ മുഖത്തിൻ്റെ സ്ത്രീത്വം വർദ്ധിപ്പിക്കുന്നു. ഉള്ള മുടി ഒറ്റയിഴ നരച്ചിട്ടില്ല. ക്ലീൻ ഷേവ്. മുറുക്കി ചൂപ്പിച്ച ചുണ്ടിൽ മധുര മന്ദഹാസം. കാഴ്ചയ്ക്ക് പ്രഗത്ഭനായ ഒരു കഥകളി നടനെ അനുസ്മരിപ്പിക്കുന്നു. ഇല്ലത്തെല്ലാവർക്കും ഇഷ്ടമായി, ദേവയ്ക്കൊഴിച്ച്. എന്നിട്ടും അവൾ അനിഷ്ടം ഭാവിച്ചില്ല. കുട്ടിയോട് എനിക്ക് 2 വാക്ക് സംസാരിക്കണം, സ്വകാര്യമായി. വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന. ആത്തോലമ്മ ദേവിയെ വിളിച്ച് ഉമ്മറക്കോലായിലേക്ക് അയച്ചിട്ട് അകത്തേക്ക് പോയി. നാണുനായർ പുറത്തിറങ്ങി മുറ്റത്തെ കൂവളച്ചൂട്ടിൽ നിന്നു. കോലായുടെ ചുമരും ചാരി തല താഴ്ത്തി നിന്നിരുന്ന ദേവ കുറേ നിമിഷങ്ങൾ കഴിഞ്ഞാണ് മുഖമുയർത്തിയത്. കണ്ടു. കുറ്റം പറയാനില്ല. അതിലേറെ തനിക്ക് പ്രതീക്ഷിക്കാനുമില്ല. എനിക്കിഷ്ടപ്പെട്ടു. അപ്പുക്കുട്ടൻ തുടങ്ങി. മുഴങ്ങുന്ന സ്വരം. ദേവിക്ക് ആ ശബ്ദവും വാചകവും ഇഷ്ടമായി. എന്നാൽ പൊടുന്നനെ അവളുടെ മനസ്സിൽ ദേവദാസിൻ്റെ മുഖം പൊന്തി വന്നു. ദയനീയമായ മുഖം, നിസ്സഹായ ഭാവം, പടിപ്പുരവാതിലിൽ കണ്ട നില. കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ദിവസം തീരുമാനിക്കുകയേ വേണ്ടൂ. അപ്പുക്കുട്ടൻ അറിയിച്ചു. ദേവ വീണ്ടും മുഖമുയർത്തി. പക്ഷേ എനിക്ക് ചിലത് അറിയിക്കാനുണ്ട്. നാണുനായരോട് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ചതിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അതുകൊണ്ട് തുറന്നു പറയുകയാണ്. കേട്ടിട്ട് സമയമെടുത്ത് ആലോചിച്ച് സമ്മതം പറഞ്ഞാൽ മതി. ദേവ ആകാംക്ഷയോടെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു ഹൃദ്രോഗിയാണ്. 2 അറ്റാക്ക് കഴിഞ്ഞു. ഇനി ഒന്നുണ്ടായാൽ? ദേവിയുടെ വലിയ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു.
അപ്പോൾ ഏത് നിമിഷവും വിധവയാകാൻ സന്നദ്ധയായി വേണം താൻ മന്ത്രകോടി അണിയാൻ. എത്രയും വേഗം തുടച്ചു മാറ്റാനായിട്ടാവണം താൻ സീമന്തരേഖയിൽ മംഗല്യത്തിലകം തൻ്റെ താലത്തിലെ അഷ്ടമംഗല്യ മലരുകൾ ചൂടിയതാണ്, വാടിക്കരിഞ്ഞതുമാണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഏത് കുട്ടിക്കും പിന്തിരിയുമെന്നറിയാം. അപ്പുക്കുട്ടൻ്റെ ചുണ്ടിൽ നിറപുഞ്ചിരിയാണ്. ദാമ്പത്യം എനിക്ക് നിഷിദ്ധമാണ്. എനിക്ക് ആവശ്യം ഒരു തുണയാണ്, ഒരാശ്രയം. എൻ്റെ മോന് ഒരമ്മ. ദാമ്പത്യ സൗഭാഗ്യം പ്രതീക്ഷിച്ച് എൻ്റെ വേളിയാവരുത്. ഒരു ത്യാഗത്തിന് സന്നദ്ധയാണെങ്കിൽ നമുക്കൊന്നിച്ച് ജീവിക്കാം. വളരെ സാവധാനം നിർത്തിയാണ് സംസാരം. അതിൻ്റെ ഒരു താളവും. ദേവയ്ക്ക് അത് രസമായി. അല്പസ്നേഹം നൽകിയാൽ അത് ഇരുട്ടി നൽകാനുള്ള മനസ്സെനിക്കുണ്ട്. മാത്രവുമല്ല, വേളിപ്പിറ്റേന്ന് എൻ്റെ സ്വത്ത് 2 പകുതിയായി ഭാവിച്ചിരിക്കും. ഒരു പകുതി എൻ്റെ മകന്, മറുപകുതി എനിക്ക് വേണ്ടി ജന്മഹോപിക്കുന്ന ത്യാഗിനിക്ക്. ദേവയുടെ മുഖം ദീനമായി. ഇഷ്ടമില്ലെങ്കിൽ പറയാൻ തെല്ലും വൈഷമ്യം വേണ്ട. പക്ഷേ ഈ രഹസ്യം നാം മാത്രം അറിഞ്ഞാൽ മതിയെന്നൊരപേക്ഷയുണ്ട്. എങ്ങനെയാണ് വേളി മരിച്ചത്? ദേവയുടെ ആദ്യ ചോദ്യം. ആ സ്വരമുണർത്തിയ ഉദ്ദീപനത്താലാവണം പൊടുന്നനെ അപ്പുക്കുട്ടൻ്റെ മുഖം പ്രഫുല്ലമായി. പെട്ടെന്നത് മങ്ങുകയും ചെയ്തു. ആദ്യ പ്രസവത്തോടെ. ഇപ്പോൾ മകൻ 5 വയസ്സായി. ഇല്ലത്തിപ്പോൾ അവനും എൻ്റെ അമ്മയുമേയുള്ളൂ. 3 സഹോദരിമാരുണ്ട്. അവരും ഭർതൃഗ്രഹങ്ങളിലാണ്. അമ്മയാണോ ഞാനാണോ ആദ്യം എൻ്റെ മകനോട് യാത്ര പറയുക എന്നറിയില്ല. ഏതായാലും അവനെ വിശ്വസിച്ചേൽപ്പിക്കാൻ എനിക്കൊരാൾ വേണം. ദരിദ്രയായാലും വിരൂപയായാലും വികലാംഗയായാലും അപവാദിനിയായാലും സാരമില്ല. പക്ഷേ ഹൃദയവതിയായിരിക്കണം. ദേവസേനയ്ക്ക് ഇത്തരം ഒരു സാഹസത്തിൻ്റെ ആവശ്യമില്ലെന്നറിയാം. സുന്ദരിയാണ്, ബാലികയാണ്. ഇത്ര സുന്ദരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടേക്ക് വരാൻ ഞാൻ ധൈര്യം കാട്ടില്ലായിരുന്നു. ദേവിയുടെ കണ്ണ് നിറഞ്ഞിറങ്ങി, ചുണ്ട് വിതുമ്പി. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവൾ വേഗം അകത്തേക്ക് പോയി. അപ്പുക്കുട്ടന് അത്ഭുതമായി. ആളെ കണ്ടപ്പോൾ സമ്മതിക്കുമെന്ന പ്രതീക്ഷയേ ഉണ്ടായിരുന്നില്ല. ഇല്ലത്തെ ദാരിദ്ര്യം കൊണ്ട് സമ്മതിച്ചതാവുമോ, അതോ പേരിൽ പുരണ്ട അപവാദത്താൽ ഇതിലും അഭികാമ്യമായ ഒരു അവസരം ലഭിക്കില്ലെന്ന ധാരണയാലോ? ഗതികേട് മൂലമുള്ള സമ്മതമാണെങ്കിൽ അതിൽ നിന്ന് തൻ്റെ ജീവിതത്തിന് തണലോ ശാന്തിയോ ലഭിക്കില്ല. ആഗ്രഹിച്ചത് സ്വമനസാരെയുള്ള ത്യാഗസന്നദ്ധയാണ്. അങ്ങനെ ഒരാളെ ഭൂമുഖത്ത് ലഭിക്കുമോ? കാഴ്ചയ്ക്ക് സാധുവാണെന്ന് തോന്നുന്നു. നിസാരമായ ദൗർബല്യങ്ങളെയും ദൂഷ്യങ്ങളെയും അവഗണിക്കാൻ തയ്യാറാണ്. നീചയായ ധനമോഹിയാകാതിരുന്നാൽ മതി. മകൻ്റെ ജീവിതം ആ കൈകളിലാണ് ഏൽപ്പിക്കേണ്ടത്. ഇല്ല, ഏറെ ആലോചിച്ചാൽ എത്തമുണ്ടാവില്ല. എല്ലാം ഏൽപ്പിക്കേണ്ടത് ഈശ്വരൻ്റെ കൈകളിലാണ്. അപ്പുക്കുട്ടൻ സമാധാനിച്ചു. വേളി ഉറപ്പിച്ച ശേഷമാണ് അന്ന് ശ്രീപുകഴയത്തു നിന്നും മടങ്ങിയത്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തീർത്തും അനാർഭാടമായി ആ ചടങ്ങ് നടന്നു. കുടിവെപ്പ് കഴിഞ്ഞ ഉടൻ അപ്പുക്കുട്ടൻ്റെ സഹോദരിമാരും ഭർത്താക്കന്മാരും പോകാനൊരുങ്ങി. അവർക്കാർക്കും ആ വേളിയിൽ താല്പര്യമോ സന്തോഷമോ ഉള്ളതായി തോന്നിയില്ല. ആരെയോ ബോധിപ്പിക്കാൻ എന്നവണ്ണം വന്നു പോകുന്ന പോലെ. ഒരേ ചായയുള്ള 3 സഹോദരിമാർ. 3 പേരും അദ്ദേഹത്തിൻ്റെ മൂത്തവരാണ്. 3 മുഖങ്ങളിൽ ഒരുതരം ഗർവ് തങ്ങി നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മുഖത്തും അതേ ഭാവമായിരുന്നു. വെള്ളിനൂലുകൾ പോലെ നരച്ച മുടിയുള്ള വൃത്ത, ഊഞ്ഞാലാടുകൾ പോലെ ആടുന്ന കാതുകളിൽ വലിയ സ്വർണ്ണ കാതിലകൾ, നെറ്റിനിറയുന്ന ഭസ്മക്കുറി, ജര വീണതെങ്കിലും സ്വർണ്ണ നിറമുള്ള തടിച്ച ശരീരം, കറുത്ത കരമുണ്ടിൻ്റെ മുലക്കച്ച, അകായിലെ ആട്ടുകട്ടിലിൽ കാല് നീട്ടിയിരിക്കും. അരികിൽ മുറുക്കാഞ്ചെല്ലം, കട്ടിൽ ചുവട്ടിൽ കോളാമ്പികൾക്കൊപ്പം സദാ ഒരു പരിചാരക. ആത്തോലമ്മയുടെ പാകം നോക്കാനായി മാത്രം. കുടിവെപ്പ് സമയം ദേവസേന അമ്മയുടെ കാല് തൊട്ട് തൊഴുതപ്പോൾ ചടങ്ങിനായി പോലും ഒന്ന് അനുഗ്രഹിക്കാതെ ആ മതി പൊയ്ക്കോളൂ എന്നൊഴിവാക്കിയാണ് ചെയ്തത്. യാത്ര പറയുമ്പോൾ പെൺമക്കൾ അമ്മയോട് സഹതപിക്കുന്നത് ദേവ കേട്ടു. താൻ വന്നതുമൂലം അമ്മയ്ക്ക് എന്തെങ്കിലും കുറവോ അസൗകര്യമോ ഉണ്ടാകുമെന്ന് അവർ ഭയക്കുന്നോ? തന്നോട് ഒരു വാക്കുപോലും മിണ്ടാതെയാണല്ലോ അവർ പോയത്. ദേവ ഖേദപൂർവ്വം ഓർത്തു. വന്നു കയറിയപ്പോൾ മുതലേ ഒരാളെ കാണാൻ മനസ്സ് ഉഴറുന്നതാണ്. 5 വയസ്സുകാരനായ വാസുദേവനെ ഒരിടത്തും കണ്ടില്ല. കുട്ടി ഇവിടെ ഇല്ലെന്നുണ്ടോ? ആരോടെങ്കിലും ചോദിക്കാൻ ധൈര്യം വന്നില്ല. 2-3 പരിചാരികമാരുണ്ട്. പുറത്തെ ജോലിക്ക് ഒരു പുരുഷനും. അയാളെ കൂടാതെ ഒരു കാര്യസ്ഥനുമുണ്ട്. അവരെല്ലാം നിറഞ്ഞ ആദരവാണ് പ്രകടിപ്പിച്ചത്. സ്നേഹവും. ചിന്നമ്മു എന്ന പരിചാരികയോടൊപ്പം എല്ലായിടവും ചുറ്റിക്കണ്ടു. പുതിയ രീതിയിൽ പണിത വലിയൊരു വീടാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളും. തെക്ക് വശത്തെ പ്രധാന കെട്ടിടത്തിൻ്റെ പാതി വരുന്നൊരു തൊഴുത്ത്. 10ഓളം പശുക്കൾ. അവയിൽ പകുതിയും സങ്കരയിനങ്ങളാണ്. കുട്ടിയാനയുടെ വലിപ്പമുള്ളവ. ദേവിക്ക് മൊത്തം അതിശയമായിരുന്നു. പടിഞ്ഞാറ് വശത്ത് കൂറ്റൻ വൈക്കോൽത്തുറു. മുറ്റത്ത് നിന്നാൽ നീണ്ടുപരന്ന് കിടക്കുന്ന പാടശേഖരങ്ങൾ കാണാം. മനയുടെ വകയാണ് അവയെന്ന് ചിന്നമ്മ പറഞ്ഞു. കളപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോഴാണ് കണ്ടത് ട്രൗസറിട്ട ആകർഷകത്വമുള്ള ഒരു കുട്ടി.
അവൻ ഓലപ്പീപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ് കാര്യസ്ഥൻ നായർ. ദേവയെ കണ്ടതും കാര്യസ്ഥൻ കുട്ടിക്ക് ചൂണ്ടിക്കൊടുത്തു പറഞ്ഞു, അതാ കുട്ടൻ്റെ ചെറിയമ്മ. ദേവിയുടെ നെഞ്ചു വിങ്ങി. സങ്കല്പിച്ചതും അഴകുള്ള ഉണ്ണി. അമ്മയാകുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചിട്ടുള്ളപ്പോഴെല്ലാം ഇതുപോലൊരു ഉണ്ണിയുടെ രൂപമാണ് നെഞ്ചിൽ മെനഞ്ഞിരുന്നത്. ചിന്നമ്മൂവിനെ കൂട്ടി ദേവ കളപ്പുരയിലേക്ക് ചെന്നു. കുട്ടി അവളെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവൾ പുഞ്ചിരിച്ചു. അവൻ്റെ ചുണ്ടിൽ നാണം പുരണ്ടൊരു പുഞ്ചിരി അരിച്ചു വന്നു. അത് കണ്ട് കാര്യസ്ഥൻ നായർ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ദേവ കുട്ടിയെ വാരിയെടുത്തു. ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. മുയൽക്കുട്ടിയെപ്പോലെ ഒതുങ്ങുന്ന പ്രകൃതം. ചിന്നമ്മ പറഞ്ഞു കൊടുത്തു, ആരാണെന്നറിയാവോ ഇത്? കുട്ടൻ്റെ ചെറിയമ്മ. അല്ല, അമ്മ. ദേവ തിരുത്തി. അതെയോ ചിന്നമ്മു? സ്ഥിരീകരണത്തിന് അവൻ ചിന്നമ്മുവിനെ നോക്കി. അതേന്ന് ചിന്നമ്മു തലയാട്ടിയപ്പോൾ അവൻ ഒന്നുകൂടി അവളിലേക്ക് ഒട്ടി. ദേവ ഉണ്ണിയെയും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് നടന്നു. എന്താ കുട്ടൻ്റെ പേര്? വാസുദേവൻ. കിളിക്കൊഞ്ചൻ. അവളപ്പോൾ ആ കവിളിൽ തുരുതരം മുട്ടി. ഇനി പോവുമോ? അവൻ ചോദിച്ചു. ആര്? ദേവിക്ക് നേരെ അവൻ താടെ ഇളക്കി ചൂണ്ടി. ഇല്ല, ഒരിക്കലുമില്ല. ദേവ അവനെ അടക്കി പിടിച്ചു. എന്നിട്ട് ആ കാതിൽ മന്ത്രിച്ചു. താടി കൊണ്ട് ചൂണ്ടുന്നത് എന്തിനാ? അമ്മയെന്ന് പറഞ്ഞൂടെ? അവൻ വീണ്ടും നാണിച്ചു. വാസുദേവനെ ഇണക്കാനും സ്വന്തമാക്കാനും ദേവിക്ക് നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഉറങ്ങാൻ നേരം കുട്ടിയെ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അമ്മ ചിന്നമ്മുവെ വിട്ടു. അവന് പിരിയാൻ ഒട്ടും ഇഷ്ടമല്ലെന്ന് ദേവിക്ക് മനസ്സിലായി. മുത്തിയച്ചിയേക്കാൾ ഇഷ്ടം അമ്മയെയാണ്. അതിനകം അവൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ എൻ്റെ ഒപ്പം ഉറങ്ങിക്കോളുമെന്ന് പറയൂ ചിന്നമ്മു, ദേവ അപേക്ഷിച്ചു. വാസുദേവനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ദേവ ആദ്യ രാത്രിയിൽ ഭർത്താവിൻ്റെ കിടക്കറയിലേക്ക് ചെന്നത്. ആനന്ദത്താൽ അപ്പക്കുട്ടൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ത്യാഗം അനുഷ്ഠിക്കുമ്പോൾ മനസ്സ് തോന്നുന്നുണ്ടോ ദേവേ? ഒട്ടുമില്ല. ത്യാഗം ആനന്ദകരമാണ്. അതല്ലെങ്കിൽ ഇത് ത്യാഗമായേ എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതധർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത്. എനിക്കതിൽ സംതൃപ്തിയുണ്ട്. അപ്പക്കുട്ടൻ ആദരവോടെ അവളെ നോക്കിയിരുന്നു. തേടി നടന്നത് തന്നെ കിട്ടി. മഹത്തായ നന്മ. ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. നന്മ കൊടുത്താൽ നന്മ കിട്ടുമെന്ന് അപ്പക്കുട്ടനും ബോധ്യമായി. കിടക്കയിൽ വാസുദേവന് ഇരുവശത്തുമായി അവർ കിടന്നു. ദേവിയുടെ ഒരു കൈ വാസുദേവനെ പൊതിഞ്ഞിരുന്നു. അവളുടെ ചുമലിൽ അപ്പക്കുട്ടൻ്റെ കൈത്തലം വിശ്രമിച്ചു. ആദ്യ രാത്രിയിൽ അവൾ ശാന്തമായി ഉറങ്ങി. സ്വന്തം ഇല്ലത്തേക്കാൾ സുഖമായി. ഗൃഹാതുരത്വം അറിയാതെ. ഉറങ്ങാൻ കഴിയാതിരുന്നത് അപ്പൂട്ടനാണ്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവിയെ തൻ്റെ മാറിൽ പടർത്തി കിടത്തി ആശ്വസിപ്പിക്കാൻ അയാൾ കൊതിച്ചു. പക്ഷെ ആദ്യ രാത്രിയിൽ തന്നെ അവൾ വിധവയാകേണ്ടി വന്നാൽ തൻ്റെ ബന്ധുക്കൾ അവളെ കടിച്ചു കീറും. അതിലേറെ വാസുദേവനുമായി അവളൊന്ന് ചിണങ്ങും മുമ്പേ ആ ദുരന്തം സംഭവിച്ചുകൂടാ. വേണ്ട വേണ്ട, ഈ അകലം പാലിച്ചേ പറ്റൂ. തനിക്ക് വേണ്ടിയല്ല, വാസുദേവന് വേണ്ടിയാണ് താൻ പുനർവാഹിതനായത്. കുളിർജലം നിറഞ്ഞ തടാകക്കരയിൽ ദാഹിച്ച് തപം ചെയ്യാൻ വിധിക്കപ്പെട്ട വേഴാമ്പലുകളാണ് താനും ദേവിയുമെന്ന് അയാൾക്ക് തോന്നി. പിന്നെ തോന്നൽ തിരുത്തി. വിധിക്കപ്പെട്ടത് താൻ മാത്രമാണ്. ദേവ അനുഷ്ഠിക്കുന്നു. ത്യാഗമാണ്. എന്നിട്ടും അവൾ അതുമായി തന്നേക്കാൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതോടെ അവളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും അപ്പുവേട്ടന് ലഭിച്ചു. പുലർച്ചെയാണ് അയാളൊന്ന് മയങ്ങിയത്. ഉണർത്തിയത് ബെഡ് കോഫിയുമായി എത്തിയ ദേവയാണ്. കുളിച്ചൊരുങ്ങിയിരിക്കുന്നു. നെറ്റിയിൽ ചന്ദനവര, ഈറൻ മുടിത്തുമ്പിൽ തുളസിക്കതിർ. സ്വന്തം ഇല്ലത്ത് കിടക്കക്കാപ്പിയുടെ ഏർപ്പാടേ ഇല്ലായിരുന്നു. കുടിക്കാൻ പച്ചവെള്ളം പോലും ഇറക്കി തരുന്ന പാരമ്പര്യത്തിൽ വളർന്നവളാണ്. എന്നിട്ടും എത്തിയ ദിവസം തന്നെ ഭർതൃഗൃഹത്തിലെ രീതികളും ഭർത്താവിൻ്റെ ശീലങ്ങളും അവൾ പഠിച്ചു കഴിഞ്ഞു. അമ്മ കുളിക്കാൻ പുറപ്പെടും മുമ്പേ തന്നെ തേവാരത്തിനുള്ള പൂക്കളും ഒതുക്കുകളും ശ്രീരകത്ത് കൊണ്ടുവന്നു. വാസുദേവനെ കുളിപ്പിച്ച പ്രാതൽ കൊടുത്തു. ഇല്ലത്തുള്ള എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ പഠിച്ചുകൊണ്ടാണ് അടുക്കളയിൽ കയറിയത്. പുറത്തു പോകാൻ നേരം ഭർത്താവിന് വാർഡ്രോബിൽ നിന്ന് അലക്കിത്തേച്ച ധോത്തിയും ജുബയും കൊണ്ടു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കാർ ഗേറ്റ് കടക്കും വരെ പുഞ്ചിരിയോടെ മുറ്റത്ത് നോക്കി നിന്നു. അവനെ സ്വയം നഷ്ടപ്പെടുത്തി ആനന്ദിച്ചുകൊണ്ട് ഒരു ജീവിതം തുടങ്ങിയായിരുന്നു. അപ്പക്കുട്ടൻ നേരെ പോയത് വക്കീലിൻ്റെ അടുത്തേക്കാണ്. വാസുദേവനും ദേവിക്കുമായി സ്വത്ത് ഭാഗിച്ചുകൊണ്ട് സ്വന്തം വിൽപ്പത്രം തയ്യാറാക്കാൻ. ഏത് നിമിഷമാണ് ജീവിതത്തിൽ അന്ത്യവിരാമം ഉണ്ടാവുകയെന്നറിയില്ലല്ലോ. അമ്മയെയും സഹോദരിമാരെയും നന്നായി അറിയാം. വിധവയാകാൻ വേണ്ടി മാത്രം ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടി വെറും കൈയോടെ മടങ്ങേണ്ടി വരും. തൻ്റെ ബന്ധുക്കൾ കൈക്കില കൂടാതെ അവളെ തൂത്തെറിയും. അത് സംഭവിച്ചുകൂടാ. അവൾ മനംനൊന്ത് കരഞ്ഞാൽ ആ ശാപം തൻ്റെ ആത്മാവിനെ പിന്തുടരാതിരിക്കില്ല. ഇല്ലവും വളപ്പും പാടശേഖരങ്ങളും വാസുദേവനായി എഴുതി. ദേവിക്ക് തെങ്ങിൻ തോപ്പും മോശമല്ലാത്തൊരു ബാങ്ക് ഡിപ്പോസിറ്റുമാണ് വെച്ചത്. വിവരം അറിഞ്ഞപ്പോൾ അങ്ങേക്ക് നാശം ഭവിച്ചിട്ട് എനിക്ക് എന്തിനേ സ്വത്ത് എന്നവൾ കയർത്തു. അപ്പക്കുട്ടൻ മന്ദഹസിച്ചതേ ഉള്ളൂ. ദേവ സംതൃപ്തിയായിരുന്നു.
ഇല്ലത്തൊടുക്കുന്നത് സാരിയാണ്. മുമ്പൊക്കെ സാരി ഒരു ആഡംബരമായിരുന്നു. ഇപ്പോൾ ഒരു വലിയ സൂട്ട് കേസ് നിറയെ വിലമുന്തിയ സാരികളുണ്ട്. കാഞ്ചീപുരവും വിദേശി സിൽക്കും എല്ലാം. വസ്ത്രങ്ങളുടെ സൂക്ഷ്മതയിൽ അഞ്ചത്തിമാരുടെ ഓർമ്മയിൽ അവളെ അലട്ടി. മനസ്സിലോർത്തതേ ഉള്ളൂ, മുതകുടിക്ക് ഇല്ലത്തേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന്. പറയാതെ മനസ്സറിഞ്ഞ അദ്ദേഹം അത് നിറവേറ്റി. എല്ലാവർക്കും ഈ 2 ജോഡി ഡ്രസ്സുകൾ, പിന്നെ പോക്കറ്റ് മണി, കാറിൻ്റെ ഡിക്കിയിൽ ഒരു ചാക്ക് പഴയരി. മനസ്സോടെയല്ല വേളിക്ക് സമ്മതിച്ചത്. ഇപ്പോൾ ചെയ്തതാണ് വലിയ പുണ്യമെന്ന് തോന്നി. നേട്ടങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവുകൾ കൂടി നികത്താൻ പോന്ന സ്നേഹമാണ് അദ്ദേഹം കാണിക്കുന്നത്. മുതകുടിക്ക് പോയപ്പോൾ വാസുദേവനെയും ഒപ്പം കൊണ്ടുപോയി. എല്ലാവർക്കും അവന് ഇഷ്ടമായി, പ്രത്യേകിച്ചും വിഷ്ണുവിന്. പോരും വരെ അവൾ അവനെ നിലത്ത് വെച്ചില്ല. ആനന്ദത്തിൻ്റെ ദിവസങ്ങൾ. തിരിച്ചെത്തിയപ്പോൾ ഭർത്താവിൻ്റെ അമ്മയുടെ മുഖം കടന്നൽക്കുത്ത് ഏറ്റ പോലെ വീർത്തിരിക്കുന്നു. ആദ്യം മുതലേ വാക്കിലും നോക്കിലും ധനിച്ചിരുന്ന പക ഇപ്പോൾ രൂക്ഷമായി. തൊട്ടതിനൊക്കെ പരാതി. തേവാരത്തിന് ഒരുക്കി കൊടുക്കുന്നതിൽ പോലും കുറ്റം. ആരാ ചിന്നമ്മോ പൂവൊരുക്കിയത്? കണ്ട പത്രാദികൾ ചെയ്തിരിക്കുന്നല്ലോ. നിനക്ക് തന്നെ അങ്ങ് ചെയ്തുകൂടെ? എന്തിനാ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്? ചിന്നമ്മ ചെയ്യണതാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്ന് 100 വട്ടം വ്യക്തമാക്കി. തിരി തെറുത്ത് വെച്ചാൽ എന്തിനാ ഇത്രയും നീളവും കനവും? ഇത് വിളക്കിലിടാനോ പന്തം കൊളുത്താനോ എന്നാവും ചോദ്യം. കറികൾക്ക് രുചി പോരാ. ദാരിദ്ര്യ കൂട്ടാൻ എന്ന പഴിയോടെ ഊണ് മതിയാക്കി എഴുന്നേൽക്കും. അമ്മയെ എരി കൂട്ടാൻ അടിച്ചു കളിക്കാരി കാളിയമ്മയുണ്ടാകും. ആ അമ്മയ്ക്ക് എന്താണോ താൻ ദ്രോഹം ചെയ്തത്? അമ്മയുടെ പ്രീതി മോഹിച്ചോ അതോ മുജ്ജന്മ വൈരം നിമിത്തമോ? ഒരിക്കൽ കാളിയമ്മ അമ്മയോട് മന്ത്രിക്കുന്നത് കേട്ടു. ഇത്ര സുന്ദരിക്കോതയായൊരു ഒത്തോലെ നമ്മുടെ തിരുമേനിക്ക് വേണ്ടായിരുന്നു. ആത്തോലമ്മയുടെ പാകം നോക്കാൻ പോന്ന അടക്കം ഒതുക്കമുള്ളൊരു കുട്ടി മതിയായിരുന്നു. എന്തു പറഞ്ഞാലും എന്തു കേട്ടാലും പുഞ്ചിരിയോടെ നിശബ്ദിയാവൻ ദേവ പഠിച്ചു. കുടിവെച്ച ദിവസം കാല് തൊട്ട് വന്നിച്ചപ്പോഴുള്ള അമ്മയുടെ പ്രതികരണം കണ്ടപ്പോഴേ അവൾ പലതും പ്രതീക്ഷിച്ചതാണ്. എന്നാൽ വാസുദേവനെ പ്രതിയുള്ള ആരോപണങ്ങൾ കേട്ടപ്പോൾ ദേവയുടെ മനസ്സ് ശരിക്കും നൊന്തു. ആ കുട്ടിയെ കൂടി എന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അവനിപ്പോൾ എന്നെ വേണ്ടാതായി. മുമ്പൊക്കെ എനിക്ക് മുറുക്കാനടിച്ച് തരിക അവനാ. ഇപ്പോൾ ചെറിയമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് മാറില്ല. എന്നിൽ നിന്ന് അകറ്റിയില്ലേ പൂതന. പറയുന്നത് ചിന്നമ്മൂനോടാണ്. അവൾ ഉരിയാടാതെ നിന്ന് കേൾക്കുന്നതേയുള്ളൂ. ചിന്നമ്മയിൽ നിന്ന് പ്രോത്സാഹനം കിട്ടാതായപ്പോൾ അവളോട് വരിശമായി. നീയും ഇപ്പോൾ അവളുടെ പാട്ടിലായില്ലേ? വശീകരണ ഭസ്മമായി നടക്കുമല്ലേ മോഹിനി. എൻ്റെ മകനും ഇപ്പോൾ അവളുടെ പക്ഷത്തായി. കണ്ടോള്, 41 തികയില്ല. ജാതകത്തിൽ വൈദവ്യയോഗമുള്ളവളാ. ദേവയുടെ പിടിവിട്ടു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടപ്പറയിലേക്ക് ഓടി. കുളപ്പുരയിൽ വെച്ച് ചിന്നമ്മു അവളെ ആശ്വസിപ്പിച്ചു. കുഞ്ഞാത്തോല വിഷമിക്കേണ്ട. മഹാമൂശയേട്ട സ്വഭാവമാണ് ആത്തോലമ്മയുടെ. തിരുമേനിയുടെ ആദ്യ വേളി മരിക്കാൻ തന്നെ കാരണം അവരൊരുത്തിയാ. ദേവ ഞെട്ടി ചിന്നമ്മൂനെ തുറച്ചു നോക്കി. ആദ്യ പ്രസവത്തോടെ അത് പോയത്. പ്രസവം ഇവിടെ വെച്ച് തന്നെ മതിയെന്ന ആത്തോലമ്മ ഒരാളാ ശാഠ്യം പിടിച്ചത്. പേരിനൊരു വയറ്റാട്ടിയെ കൊണ്ടുവന്നു. സ്ഥിതി വഷളാകുമെന്ന് കണ്ടപ്പോൾ തിരുമേനി പോയി ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ മുസ്ലിം ആയതുകൊണ്ട് ആത്തോലമ്മ അങ്ങേരെ അകത്ത് കിടക്കാൻ അനുവദിച്ചില്ല. 3 പെണ്ണിനിടയ്ക്ക് ഒറ്റ മകനല്ലേ തിരുമേനി. പാവത്തിനും അമ്മയെ പേടിയാ. ഒടുക്കം തിരുമേനി കാറുമെടുത്ത് പാഞ്ഞു പട്ടണത്തിൽ നിന്ന് പരിചയമുള്ളൊരു തിരുമേനി ഡോക്ടറെ കൊണ്ടുവരാൻ. ആദ്യം കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. വയറ്റാട്ടിയുടെ സാമർഥ്യം കൊണ്ട് കുട്ടിയെ വലിച്ച് പുറത്തിട്ടു. ഇല്ലെങ്കിൽ ദേവിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൾ കൽപ്പടിയിൽ തളർന്നിരുന്നു. നോവൽ തുടരും.